കബന്ധി കാത്യായനൻ തുടങ്ങിയ ബാലന്മാർ. മഹാജ്ഞാനിയായ പിപ്പലാദൻ്റെ അടുക്കൽ, പിപ്പലം മാത്രം ഭക്ഷിച്ച് കഴിയുന്നവനാണ് പിപ്പലാദൻ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നതാണ് പ്രശ്നോപനിഷത്ത്. അതും സ്വപ്നം, ജാഗ്രത് ഇവയൊക്കെ വളരെ വിശദീകരിക്കുന്നതാണ്. അതും അഥർവവേദാന്തർഗതമാണ്. വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളായവയൊക്കെ. അഥർവവേദീയ ശാഖയിലെ ഉപനിഷത്തുകൾ പ്രാധാന്യമേറെയുള്ളവയാണ്. സർവ ഉപനിഷത്തുകളിലും വെച്ച് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ രംഗപ്രവേശം ചെയ്യുന്നതാണ് മാണ്ഡൂക്യം. മാണ്ഡൂക്യമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്ന് ആഞ്ജനേയനോട് രാമചന്ദ്രൻ പറയുന്നുണ്ട് മുക്തികത്തിൽ. സർവം ഹേതത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തോയമാത്മാ ചതുഷ്പാദ് ഏതത് സർവം ബ്രഹ്മ ഹി എന്നാണ് അന്വയിക്കേണ്ടത്. ഹി സർവശാസ്ത്ര ദ്യോതക ശബ്ദമാണ്. ശാസ്ത്രത്തിൻ്റെ ഏത് എടുത്തു നോക്കിയാലും സർവവും ബ്രഹ്മമാണ്. ഈ ഒരു സമഗ്രമായ അറിവിലേക്കാണ് ഋഷി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരുവൻ ആത്മലോകങ്ങളിലേക്ക് തിരിഞ്ഞാൽ നിഷേധം നിന്നുപോകും. ഒരുവൻ എത്രത്തോളം ആത്മാവിൽ നിന്ന് അകന്നു എന്നറിയാൻ എത്ര നിഷേധിയാണെന്ന് നോക്കിയാൽ മതി. ഒന്നിനെ നിഷേധിക്കുന്നതിന് മുമ്പ് താൻ നിഷേധിക്കാൻ പോകുന്നതിനെയാണ് അറിവായി സ്വീകരിക്കേണ്ടത്. അതിനെ അറിവെന്ന് സ്വീകരിച്ചാൽ താതാത്മ്യമായി, താതാത്മ്യപ്പെട്ടതിനെ നിഷേധിച്ചാൽ തന്നെ നിഷേധിക്കലായി. ഈ വസ്തു ഇല്ല എന്ന് ഞാൻ പറയണമെങ്കിൽ ഈ വസ്തുവിനെ ആദ്യം പറയണം. മൈക്ക് എന്ന് ആദ്യം പറയണം. മൈക്ക് എന്ന ശബ്ദം എൻ്റെ മനസ്സുമായി ഇണചേർന്നാൽ അത് ചേർന്ന ഒരു ലോകം എന്നിൽ രൂപാന്തരപ്പെടുകയായി. എന്നിൽ രൂപാന്തരപ്പെട്ട എൻ്റെ ലോകം ഞാൻ തന്നെയാണ്. അതിനുശേഷം ഇതിനെ ഞാൻ നിഷേധിക്കുന്നു എങ്കിൽ എന്നെ ഞാൻ നിഷേധിക്കുന്നു. ഏതു നിഷേധിയും നിഷേധിക്കുന്നത് സ്വത്വത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് ബഹുമാന്യനായ പിതാവ് വാത്സല്യമുള്ള പുത്രനോട് പറഞ്ഞത്, മോനെ നീ നിഷേധിയാകരുതൊരിക്കലും. നിഷേധിയായ നിനക്ക് ആത്മവീര്യമുണ്ടാവില്ല. വീര്യം സ്വീകരണത്തിൻ്റെത് മാത്രമാണ്. ജീവിതവും അതിൻ്റെ കാർക്കശ്യവും അതിൻ്റെ ആവശ്യങ്ങളും കൊണ്ട് നിഷേധം ശാസ്ത്രമായിത്തീരുന്ന ഒരു ലോകത്ത് ആർക്കാണ് ആത്മവത്ത ഉണ്ടാവുക? നിഷേധം സ്വരൂപസ്ഥിതിയെ ഉളവാക്കുന്നില്ല. ഇപ്പം ഏത് ശാസ്ത്രമെടുത്താലും ഈ സർവശാസ്ത്ര പ്രസിദ്ധി ദ്യോതക ശബ്ദം എല്ലാം ബ്രഹ്മമാണ്. ഭാരതീയർ എഴുതിയതെല്ലാം അങ്ങനെയാണ്. ഭാഗവതമൊക്കെ എടുത്ത് നോക്കുക. അവിടെ ഏത് മോക്ഷത്തിലും മോക്ഷതനായ ഭഗവാനെ അതിന് വിധേയനായവൻ സ്തുതിക്കുകയാണ്. പക്ഷേ സ്തുതിക്കുമ്പോൾ അവൻ്റെ രൂപം മാറിയിട്ടുണ്ട്. കാളിയനും കംസനും എല്ലാം ഗജേന്ദ്രനുമൊക്കെ, നക്രവും ഗജേന്ദ്രനുമെല്ലാം ഒരുമിച്ച് സ്തുതിക്കുകയാണ്. ശരിയല്ല. ഗജേന്ദ്രമോക്ഷമൊന്നും വായിച്ചിട്ടില്ല. നക്രം സ്തുതിച്ചത് നക്രത്തെ ചക്രം കൊണ്ടാണ് മുറിച്ചത്. മുറിച്ചിട്ട് സ്തുതിക്കുകയാണ്. ആംഗലേയ സാഹിത്യം വായിച്ചു പഠിച്ച നിങ്ങൾക്ക് ആ നക്രം വില്ലനും വിഷ്ണു നായകനുമാണ്. പരസ്പര ദ്വന്ദ്വികളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ദ്വന്ദ്വികളല്ല. അതുകൊണ്ടാണ് നിങ്ങളിത് വായിച്ചാൽ കുഴപ്പമാവും. നിങ്ങളൊരു പക്ഷത്ത് ചേരും. അവിടെ രണ്ട് പക്ഷമില്ല, ഒറ്റ പക്ഷമേ ഉള്ളൂ. രാമനും രാവണനും രണ്ട് പക്ഷമില്ല, ഒരു പക്ഷമേ ഉള്ളൂ. ഹിരണ്യാക്ഷനും വിഷ്ണുവും ഒരു പക്ഷമേ ഉള്ളൂ. ഹിരണ്യകശിപുവും വിഷ്ണുവും രണ്ട് പക്ഷമില്ല, ഒറ്റ പക്ഷമേ ഉള്ളൂ. വിഷ്ണു മാത്രമേ ഉള്ളൂ. മോക്ഷം പ്രാപിച്ച ഹിരണ്യാക്ഷനോട് 3 ജന്മം കൊണ്ട് മോക്ഷം കിട്ടിയ ഹിരണ്യകശിപുവിനോട് ഭക്തനായ ഭഗവത് ഭക്തനായ ഹിരണ്യകശിപുവിനോട് വെറുപ്പ് തോന്നാൻ പോയി ഭാഗവതം വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ അങ്ങനെ തോന്നും. കാരണം ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടേച്ചു ഒന്ന് വായിക്കുന്ന പോലെ വായിക്കുന്നത്. ഇത് വരാതിരിക്കണമെങ്കിൽ സർവം ബ്രഹ്മമാണെന്ന് ഉറയ്ക്കണം. അത് ഈ മഹാവാക്യത്തിൽ നിന്ന് ഉറയ്ക്കണം. സർവം ഏതത് ബ്രഹ്മ, സർവം എല്ലാം, ഏതത് സർവം ഇതെല്ലാം എന്നാണ് പറഞ്ഞത്. ഇതം എന്നറിയുന്നതെല്ലാം ജഗത്താണ്. ഇത് എല്ലാം ജഗത്തായി അറിയപ്പെടുന്ന ഇതമെന്ന വിശേഷണം കൊണ്ടറിയപ്പെടുന്ന സർവവും ഏത് ശാസ്ത്രം വെച്ച് പരിശോധിച്ചാലും അറിവാണ്, ബ്രഹ്മമാണ്. അയം ഈ ആത്മാ, ആത്മാവ് ബ്രഹ്മമാകുന്നു. സഹ അയം,
ആ ആത്മാവ് ഈ ആത്മാവ് രണ്ടും 4 പാദങ്ങളോടുകൂടിയതാകുന്നു. ആദ്യത്തെ 2 മൂന്നാമത്തതും തമ്മിൽ ഉള്ള വ്യത്യാസം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും വേണം പഠിക്കണമെങ്കിൽ. ഏതത് സർവം ആത്മാഹി, ഇതമെന്നറിയപ്പെടുന്നതെല്ലാം, ഇത് എന്ന് വിവക്ഷിക്കുന്ന എല്ലാം ബ്രഹ്മമാണ്. ഇതൊന്നൊന്നും വേറെയില്ല, ജഗത്തില്ല, അറിവ് മാത്രമേ ഉള്ളൂ. ഏതത് സർവം ബ്രഹ്മാഹി. അയം, ഈ ആത്മാവ്, അയമാത്മ, ജീവൻ എന്ന് വ്യവഹരിക്കുന്ന ഈ ആത്മാവ്, ഇതമെന്ന ജഗത്ത്, ഈ ഞാൻ എന്ന ആത്മാവ് ബ്രഹ്മമാകുന്നു. ആ അറിവ് ബ്രഹ്മമാകുന്നു. അതാണ് മഹാവാക്യം, അയമാത്മാ ബ്രഹ്മ.